പിള്ളേരെ ഇറങ്ങി വാ പിള്ളേരെ, ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? ഇത്രയ്ക്ക് പേരുണ്ടേക്ക് എന്തെങ്കിലും ഒരുങ്ങിയിരിക്കുന്നു. ഇനി ബാക്കി കല്യാണത്തിന് ഒരുങ്ങി ഇറങ്ങി വന്നാണിങ്ങാട്ട്. എന്റെ പൊന്ന് ഭദ്ര, സമയമുണ്ട്, പിള്ളേർ ഒരുങ്ങട്ട്. നിങ്ങളൊന്ന് മിണ്ടായിരുന്നാണ് മനുഷ്യ. ഒരുങ്ങി ഇറങ്ങി വന്നതാ. ഇവിടെ ഇരുന്ന ഒരു ന്യായടി ഉണ്ട്, ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് എപ്പോഴാണ് അങ്ങ് എത്തുന്നത്? അവിടെ എല്ലാരും നമ്മളെ നോക്കി ഇരിക്കുകയായിരിക്കും. സമയം കാലമൊന്നും വേണ്ട അങ്ങോട്ട് ചെന്ന് കയറാനായിട്ട്. മുഹൂർത്ത സമയത്ത് അങ്ങ് എത്തിയാ മതി അങ്ങ്. ഓ എന്റെ പൊന്നമ്മ, ഞങ്ങളാ വന്ന്, നമ്മളാ ഒരുങ്ങി തീർന്നു. ഇനി ആരുണ്ട്? രാധൊന്നും വന്നില്ലേ? എടി ആദി, രാധോ ഇറങ്ങി വാ ഇങ്ങോട്ട്. മതി ഒരുങ്ങിയത്. ഓ എന്റെ പൊന്നളി, അവരെ ഒരുങ്ങി വരട്ട് പയ്യ. പെൺപിള്ളേരല്ലേ, അവർക്ക് ഒരുങ്ങാൻ സമയമൊക്കെ വേണ്ടേ? അമ്മയ്ക്ക് എന്താ അമ്മ ഒരുങ്ങി സുന്ദരിയായിട്ട് നിന്നിട്ട് അവരൊരുങ്ങാൻ താമസിക്കാത്ത? ഒന്നാ രാധോന് കൊച്ചിനെ ഒരുക്കണം. ഇതൊന്നും അറിയാൻ വയ്യ നിങ്ങൾക്ക്. ചെറുപ്പം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ എൻഗേജ്മെന്റ് ഉറപ്പിച്ച് കല്യാണം ഉറപ്പിച്ചെന്ന് അന്ന് തൊട്ട് നീ ഒരു ഒഴുക്കമട്ടാണ്. എന്താണ് നിന്റെ ഉദ്ദേശം? ചെറുക്കം ഒരു ഒഴുക്കമട്ടിലാണ് നിൽക്കുകയാണ്. സാ മട്ടില് 19 വയസ്സായി, കെട്ടാനില്ല. അമ്മ എന്നെ കൊണ്ടൊന്ന് പറയത്തില്ല. നിങ്ങൾ ഇഷ്ടത്തിന് പോയി പെണ്ണും കണ്ട് കല്യാണം ഉറപ്പിച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ട് നീ സാമട്ടി നിൽക്കണ പോലും. ഓഹ് ഇറങ്ങി വാ പിള്ളേരെ ഞാട്ട്. അമ്മേനെ എനിക്ക് തെറിയുള്ള കേൾക്കാൻ വയ്യ. എങ്ങനെയുണ്ട് നിങ്ങൾ? കൊള്ളേ, പൊളിയല്ലേ? ലുക്കായിട്ടില്ലേ? അല്ല, രണ്ടിനും ചുരിദാറൊന്നുമില്ലേ? കൊറേ ധാവണി വരണയൊക്കെ കൊള്ളാം. അവിടെ ആണെങ്കിൽ ആമ്പിള്ളേരെ നോക്കി വയറില ഇറക്കിക്കൊണ്ട് നിൽക്കുമെങ്കിൽ രണ്ടിനെയും കണ്ട് ഞാൻ കുത്തി പൊട്ടിക്കും കേട്ടല്ല. എന്റെ കൊച്ചെവിടെ? അതിനെ ഒരുക്കുക. ഇതിനെ വന്ന് നിൽക്കുന്നു. ചേട്ടനൊക്കെ ഞാൻ പെൺകുട്ടിയെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് അഹങ്കാരം കാണിക്കല്ലേ കേട്ടാ. ഞങ്ങളെ കൊച്ചിനെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കണ്ട. എന്റെ കണ്ണൻ, എന്റെ കണ്ണൻ, എന്റെ കണ്ണൻ സുന്ദരനല്ല, ഹാൻസം ബോയ് അല്ല. ഇന്ന് 4-5 പെമ്പിളരെ നമ്മള് കറക്കും കണ്ണൻ കൂട്ടാ. വാടാ. അവരുടെ കുഞ്ഞ് സുന്ദരനായല്ല, വയ്യ. ഓ മതി ചൊല്ലിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാം കൂടെ വന്നങ്ങനെ. നിങ്ങൾ ഇറങ്ങാറായില്ല. ആന്റിനോ വച്ചിക്കിടന്ന് ബഹളം വെക്കുന്നത്. ഞാൻ വാങ്ങിയാട്ട് അവിടെ കിടന്ന് അലറച്ചു. രാഹുലെ തിന്നാണ്. നിങ്ങളെ ചെല്ലി പോയി വണ്ടി കയറി, ഞങ്ങൾ ആ വരണം. അല്ല രാധമ്മ, അത് കുട്ടി പെണ്ണ് അവിടെ വരാന്ന് പറഞ്ഞു. അതെ, രണ്ടോടത്തും കൂടെ കാര്യം പറയാം. ആ പോയ 2 എണ്ണം അല്ല, നിന്റെ സാധനം കൂടെ വരുമ്പോ 3 എണ്ണം ഒരേ വേവിൽ എന്താണ് കേട്ടല്ലേ? സൂക്ഷിച്ചോളണം, ശ്രദ്ധിക്കണം. നിങ്ങളെ രണ്ടുപേരും 2 കണ്ണും അല്ല 4 കണ്ണും അവരെ പുറത്ത് വേണം. എനിക്കെപ്പോഴും എന്റെ 2 കണ്ണും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു കണ്ണ് ചിലപ്പോൾ രാധവന്റെ പുറത്ത് കാണും, എന്നാലും സൂക്ഷിക്കണം. നീ നിന്റെ പെണ്ണിന്റെ ആരും നോക്കണേ. അവിടെ ഉണ്ടെങ്കിൽ അത് കാണും. അവൾ എന്തേലും കൊടുത്തെന്നൊക്കെ നോക്കാം. അവർ ചുരിദാറ എന്തായാലും ഇടട്ട്. നിനക്കെന്ത്? നീ നിന്റെ പെണ്ണിന്റെ കാര്യം നോക്കിയാ പോരെ. എന്റെ പെണ്ണിന്റെ കാര്യം എന്റെ സഹോദരി കാര്യം നോക്കാൻ എനിക്കറിയാം. വിച്ചു, നീ രാധുവിനെ കൂടെ നോക്കണേ. അല്ല, എന്റെ പെണ്ണും വരും, അവരെല്ലാരും ഒരേ ഡ്രസ്സാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇട്ടേക്കണെങ്കിൽ എനിക്ക് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. നോക്കണേടാ, വാപ്പം പോവാ. 2 എണ്ണം ശ്രദ്ധിച്ച് കേട്ടോ. രാധു ആരെങ്കിലും വായി നോക്കണതാ, അവളാരെങ്കിലും നോക്കണേ കണ്ട. ബാക്കി പിന്നെ നീ നിന്റെ പെണ്ണിനെ നോക്കണേ. ഇത് എന്ത് കട്ടം. അപ്പൊ പിന്നെ അവളാരും നോക്കും? വല്ലതും പറഞ്ഞായിരുന്നാ? ഓ അമ്മളൊന്നും പറഞ്ഞില്ലേ, മണമാളം പോയി. ഓ മതി അലച്ചത്, കേറങ്ങോട്ട്. എല്ലാം പോവാങ്ങോട്ട്. എടാ ചെറുക്കാ, നീ അങ്ങോട്ട് പോ. നിന്റെ എൻഗേജ്മെന്റ് ആണ്, ഞങ്ങളല്ല. ഞങ്ങൾ ചെന്നിട്ട് അവിടെ ഒരു കാര്യമില്ല. പോവാങ്ങോട്ട്. സൂപ്പർ ഡ്രസ് സെലക്ഷൻ എന്തേരം പോളിച്ചല്ലേ നമ്മളാ. ഇന്ന് ചാകരയാണല്ലടി. ഓ അവളെ കൊണ്ട് നിറഞ്ഞിരിക്കാണല്ലോ സ്റ്റേജ്. ബുക്കിടാണ്, എന്നാലും സാരമില്ല, നമുക്ക് ഭംഗി ആസ്വദിക്കാം. ശരി തന്നെ, നമ്മളെ ലുക്ക് കൂടിയതുകൊണ്ടായിരിക്കും മിക്കുള്ളവരെയും കണ്ട് ഞങ്ങൾ അടുത്തോട്ട് തന്നെ. പിന്നല്ല, നമ്മളിന്ന് പൊളിക്കും, തകർക്കും. എന്റെ കുഞ്ഞ് എന്നെ ലുക്കല്ലേ പയ്യന്മാരൊക്കെ. ഇതുപോലെ അങ്ങോട്ട് നോക്കിയാണ് ആ 3 എണ്ണവും കൂടെ നിൽക്കണ്ടാ. അതാണ് നമ്മളെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് 3 എണ്ണം കൂടെ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്തായാലും അത് നന്നായി, നമുക്ക് ജോലി ഭാരം കുറഞ്ഞു കിട്ടി. അടങ്ങി നിൽക്കുകയല്ല നീ. അവരുമാരെ ഫ്രണ്ടിലോട്ട് ഒന്ന് നോക്കിയാണ്, എന്നിട്ട് അവരെ ഒന്ന് നിരീക്ഷിച്ചാണ്. ഇവിടെ 3 കൂടെ നിന്ന് വായി നോക്കേണ്ടോ.
അവളെ ഇല്ലാണ്ടിരിക്കുക, അവളെ വായനോട്ടെ ഇന്നത്തെ അവർ തീർത്തിറങ്ങുന്നുണ്ട്. പാടാ. അല്ല, രാവിലെ ആരൊക്കെ ചിരിക്കുന്നു? ചിരിയടി, ഞാൻ ദാ വരണേ. നിന്റെ ചിരി ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു തരാം. മോനെ, നീ എവിടെ പോണേ? മുഹൂർത്ത സമയം എവിടാന്നിരി? കിളവൻ താമസിക്കില്ല. ലവന്മാരവിടെ എന്തേലും വായി പറഞ്ഞോണ്ട് നിക്കണ്. അതെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നോ, ഇല്ലെങ്കിൽ ആ ഈ നോക്കുന്നവരൊന്നും ആയിരിക്കില്ല. പിടിച്ചു നിർത്തി ചുണ്ടില് കിസി അടങ്ങി നിന്നു കേട്ടത്. നിനക്ക് നോക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. അച്ഛാ, ഒന്ന് ഇനി വന്നാണ്. രാഹുല് കൈയെടുത്താണ്. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ. ആൾക്കാരെന്തെന്ന് വിചാരിക്കൂട്ടാ. കൈ എന്നിട്ടിട്. മര്യാദയ്ക്ക് അടങ്ങോട്ട് നിന്നു. നിന്റെ കയ്യിലിട്ടേക്കണ മോതിരത്തിൽ എഴുതിയിരിക്കണ പേര് എന്റെ കേട്ടാ. നീ എന്റെ പെണ്ണാ. നീ എന്റെ മാത്രം നോക്കിയാ മതി, എന്നെ മാത്രം കണ്ടാ മതി, എന്നെ മാത്രം ചിരിച്ചാ മതി. മനസ്സിലായോ? അവിടെ വാങ്ങി നോക്കുന്നു. അധികം നിന്ന് വളഞ്ഞോണ്ടല്ലോ പിടിച്ചെടുത്ത് ഉമ്മോച്ച് കളഞ്ഞ്. എന്തോന്നിത്? ഞാൻ ഒന്നും ചെയ്യണ്ടേതാ, ഇവിടെ നിൽക്കാടങ്ങി പോരെ. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല അച്ഛാ. കൊച്ചിനെ ഞാൻ നീ വാടാ, മാമന്റെ പൊന്നിഞ്ഞ് വാ. അത് കൊച്ചിനെ പിടിച്ചാനാകട്ടെ. മക്കൾ അമ്മേന്റെ അടുത്ത് നിന്നോട്ടാ. വിളിച്ചേന അമ്മ. വിളിച്ചേ മാമന്റെ പൊന്ന്. വിളിച്ചേന അമ്മ. അതാണ് ചുന്ദരൻ. ഇനി നിന്നെ ആരും നോക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ല. ഏട്ടന്റെ ബുദ്ധി വിമാനം തന്നെ. അതെ അതെ, ഏട്ടന്റെ ബുദ്ധി വിമാനം തന്നെ. പക്ഷെ ഇന്ന് എന്റെ മോളെ റോക്കറ്റ് കയറ്റി പറത്തും. എന്തോ അങ്ങോട്ട് നോക്കും, മുറ്റത്തൊരു മൈ പോസ്. മലയുടെ എന്റെ അടിയെ മുത്താണ്. ഇന്ന് നീ വീട്ടിലോട്ട് വാടി. വളരെ വായനോട്ടം എന്റെ രണ്ട് കണ്ണിനും കുത്തി പൊട്ടിക്കുന്നുണ്ട്. അയ്യോ അഭിയേട്ടൻ, ആ നോട്ടം കണ്ടാലറിയുന്നുണ്ട് കഥ തീരുമാനം. പിന്നെ നീ പേടിക്കാരി. അവന്റെ പെണ്ണിന്റെ കാര്യം നോക്കിയാൽ നിന്നെ നമ്മളെ കാര്യം നോക്കണം. എന്തായാലും നമ്മളെ കാര്യം നോക്കാം, അമ്മ കടന്നിട്ടേക്കോ. അതെ അതെ, നമ്മളെ നോക്കി നമ്മളെ കണ്ടായിരുന്നല്ലോ. രാധുമ്മ, നാളെ ആദ്യം ലീവായിരിക്കും കേട്ടാ. നമുക്ക് ഉടനെ തന്നെ കണ്ണനൊരു കൂട്ട് കൊടുത്തേക്കാം. അവൻ എത്രയെന്നും പറഞ്ഞാ ഒറ്റയ്ക്ക്. അതുകൊണ്ട് എന്റെ ആദ്യം മോള് നാളെ വരില്ല. ഇന്നെന്റെ ഉറക്കം പോവും. സാരില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ. ചിലച്ച് തിരക്കി പിടിച്ചല്ലേ. ഞാൻ നാളെ ഇല്ല കേട്ടാ. മുഹൂർത്തത്തിന് സമയമായി. സാവിത്രി, മോളെ കൊണ്ടുവാ മക്കളെ. വരി. ക്ഷണിച്ചത് വിളിക്കാത്ത ചടങ്ങിന് ചാടിക്കേറി വന്നേക്കണം. നാണമില്ലാത്ത നാറി. ഫോട്ടോ എടുത്താടാ. എന്റെ കുട്ടി ഇങ്ങോട്ട് നോക്കടി. കൊള്ളാം പൊളി. രാഹുലേ, ഇവനെ കൊണ്ട് എന്താടാ? നിന്റെ ആ മകന്റെ മോറ എന്താടാ ഇവിടെ? അവൻ ആര് ക്ഷണിച്ചിട്ടാവുന്ന്? നാണയില്ലാത്തവൻ. എടാ, അവൻ അച്ഛനെ വിളിക്കാൻ വന്നത്. അവൻ ആദ്യം രാധ വിളിച്ചത് തന്നെ. ഇന്ന് അവരങ്ങ് പോണോണ്ട് അവൻ ഒന്നും എടുത്തു വെച്ചില്ല. അതുകൊണ്ടാണ് അവൻ വരാത്തത്. അച്ഛനെ വിടൂല, അവർക്ക് ആ സമയം നേരത്തെ അങ്ങ് എത്തണമെന്നും പറഞ്ഞൊക്കെ നിന്നേന്. പിന്നെ അവർ രണ്ടും കൂടെ നിർബന്ധിച്ചാണ് അവളെ തന്നെ വിട്ടത്. ഞാൻ പറഞ്ഞിട്ട് പോലും പറ്റില്ല. പിന്നെ ഇവൻ അവരെ ഫ്രണ്ട് ആയിക്കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അവൻ കൊണ്ടുപോയിക്കോളാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സമ്മതിച്ചതന്നെ. എന്ത് ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ കുറച്ചു നേരം കൊണ്ട് അവിടെ എടുത്തിട്ട് സൊള്ളാന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് അവിടെ നിന്ന് താളം തിരിച്ചോട്ടാൽ അവൻ്റെ അടുത്ത് പോകാൻ പറയടാ. രാധന്റെ ഫോട്ടോ എടുത്ത് കൊടുത്ത് നമ്മൾ ഇവിടെ ഉണ്ട്, അവൻ്റെ അടുത്ത് എടുക്കേണ്ടത് പോകാൻ പറ.
നീ പോളെ ആർക്കാണീട്ട് കുറച്ച് ഒരു 5 മിനിറ്റെങ്കിലും അവളെ പിടിച്ചെടുക്കാൻ നോക്കുമ്പോ അവന്റെ കുറെ നീ നിന്റെ ആ പെണ്ണിന്റെ കാര്യം നോക്കുന്ന അവിടെ ഇറങ്ങി ഇത് ചോദിക്കണം അവള് പോച്ചെങ്കിൽ അവിടുത്തെ പോയല്ലോ എന്നിട്ട് ഒന്ന് നാട്ടുകാരെ കാര്യം നടക്കൊണ്ട് നടക്കി ഇവിടെ മനുഷ്യന്റെ കഞ്ഞിര് പാറ്റിയുടെ കിടക്കുന്ന ആറ് ഇടയ്ക്ക് എന്നാ നിങ്ങൾ കഴിച്ചിട്ട് പോ ഇനി കുറച്ചു നേരം കൂടെ അല്ലേ ഉള്ളു. ഇല്ലളിയാ ഇവിടെ പോണ് ഇനി ഇത് കഴിക്കാനും കൂടെ വന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ മുത്തശ്ശി വല്ല ഉച്ചങ്ങി എടുത്തറ് തലക്കെറിഞ്ഞേരും. ഇവര് രണ്ടും കൂടെ നിർബന്ധിച്ചോണ്ടല്ലേ ഇവിടെ തന്നെ വിട്ടത്. പിന്നെ ശരി പിന്നെ എടി രാധമ്മ പോട്ടാ. എങ്കിൽ പിന്നെ ശരി, ഞാൻ പോകും. ഇനി നിന്നാ താമസിക്കും. ഹോട്ടലമ്മ മുത്തശ്ശേരും കൊല്ലും നമ്മളെ. ആടാ ശരി, എന്നാ ആന്റിയുടെ അടുത്ത് അങ്ങടുത്തും പറഞ്ഞേക്കണേ. പോണേ, ഞാൻ വിളിക്കാം. രാധ വേടാ, നമുക്ക് പോയി കഴിക്കാം. കഴിച്ചുള്ള സമയം പോവാം. വിശന്ന് കുടലിന് ചവാറായി. ഏട്ടാ വിളിക്കുന്നത് എന്താ തന്നെ? എന്താ ഏട്ടാ, എന്ത് പറ്റി? നീ കഴിക്കാൻ പോവല്ലേ? മോനെ ഞാൻ നോക്കിക്കോളാം, നീ പോയി കഴിച്ചല്ലേ. അത് വേണ്ട ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. അവൻ എന്റെ കൈ ഇരുന്നോളൂ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് കേട്ടാതി. ആടാ കുഞ്ഞ്, അമ്മ പോയി കഴിച്ചിട്ട് കേട്ടാ. അങ്ങനെ അബീരെടുത്ത് വെക്കാലോ. ഇതെന്തോന്ന് രാധുമാലയൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്, അതെടുത്ത് നേരെ അങ്ങോട്ട് ഇട്ടാണ്. അവിടെ ആദ്യം കൊണ്ട് കൊടുത്തറിയാൻ പറ്റിയത്. നീ ചെല്ലേ പോയി നല്ല നന്നായിട്ട് കഴിച്ചല്ലേ. പിന്നെ അധികം വായി നോക്കണ്ടേട്ടാ, നിനക്കുള്ള ഞാൻ തരുന്നുണ്ട്. അബീരെ പൊന്നെ നോക്കിയാണ് പൂവ്. എന്തിനാണ് പൂവ് പറഞ്ഞാണ്? പൂവ് അബീരെ പൊന്നെ പറഞ്ഞാണ് പൂവ്. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. അബീരമ്മ ഗുഡ് ബോയ് ആണ്. ബീച്ചിന്റെ മോ പൂന്ന് പറഞ്ഞ ബീച്ചിന്റെ പൊന്നാണ്. അല്ല അബി, കുഞ്ഞ് അബീനെ അച്ഛനാണോ വിളിക്കുന്നത്? അല്ല അവയിപ്പോ അങ്ങനെ വിളിച്ച്. ചിലപ്പോഴൊക്കെ അവൻ സാധാരണ തന്നെ അബീന്നാ വിളിക്കാറ്. പിന്നെ ഈ ക്രൗഡിന്റെ ഇടയിൽ അറിഞ്ഞൂടാത്ത ആൾക്കാരുടെ ഇടയിൽ വരുമ്പോ അങ്ങനെ വിളിക്കാം, അച്ഛന്നാ വിളിക്കാറ്. ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. അവന്റെ വായിന്ന് അങ്ങനെ അബിച്ചാന്നെങ്കിൽ വിളിക്കുന്നേക്കാൾ എനിക്കൊക്കെ ഇഷ്ടം. അബീച്ചന്റെ പൊന്ന് കുഞ്ഞ്. അബിയേട്ടൻ അവനായിട്ട് കുറച്ച് അധികം അറ്റാച്ച്ഡ് ആണെന്ന് തോന്നണല്ലോ. അതേലോ, എന്റെ ലൈഫില് ഇവനെ കഴിഞ്ഞിട്ട് ഇവൻ വന്നതിന് ശേഷം ഇവൻ തന്നെ ഇമ്പോർട്ടന്റ്. ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളു മറ്റാരും. ഇനിയിപ്പോ ഞാൻ വന്നല്ല, അതൊക്കെ മാറിക്കോളും. ഞാനായിരിക്കും ഏട്ടന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ടേ മറ്റാരും കാണുള്ളൂ. ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി ആരൊക്കെ വന്നാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ കുഞ്ഞെ കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്ക് മറ്റാരും. ആരും വെച്ചാൽ ആരും. എന്റെ മരണം വരെ, എന്റെ ശരീരം മണ്ണിൽ അടിയുന്ന വരെ എന്റെ കുഞ്ഞെ തന്നെ എനിക്കില്ല. അവനാ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. ഫസ്റ്റ്. ഏട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഏട്ടാ ഇത്ര സീരിയസ് ആയിട്ടിരിക്കണ്ട. എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് ആരും തമാശ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തമാശയായിട്ട് കാണത്തുമില്ല. സോറി. മക്കളെ വരി കഴിക്കാനായിട്ട്, വരി കഴിക്കാൻ പോവാ. അവിടെ എല്ലാരും കഴിക്കാനായിട്ട് ഇരുന്ന് നിങ്ങൾക്കുള്ള സ്ഥലം അവിടെ ഉണ്ട്. വാ 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 മോനെ അബി വാ. കുഞ്ഞിനെ ആരെങ്കിലും കൊടുത്തിട്ട് വാങ്ങാനെ. അതിന്റെ ആവശ്യമില്ല, അവൻ എന്റെ കയ്യിലിരുന്നോളൂ. വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ചോറൊക്കെ വാരി കൊടുക്കുന്നത്. നമ്മൾ രണ്ടും ഒന്നിച്ചായിരിക്കുന്നത്, അത് കുഴപ്പമില്ല. എന്നാലും അതല്ലല്ലോ മോനെ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരി മോനെ ആരെങ്കിലും കൂടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അബിയുടെ പൊന്നിന് ഇച്ചക്കണില്ലേ? അബി വായിത്തരാലോ. ഡെപ്പിയില് വല്ല ഇടണ്ടേ? പൊന്നിന് വല്ല ഇടണ്ടേ പൊന്നെ? അമ്മയുടെ പൊന്നിന് ഇടണ്ടേ? അബിച്ചൻ വായിത്തരാട്ടാ. നോക്ക് അമ്മടോ ഇരിക്കണ്. അമ്മയുണ്ട്, മാമിയുണ്ട്, മാമ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാമേ. വേണം നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ആദ്യമായിട്ട് കഴിക്കാൻ എനിക്ക് മതിയടാ, കുഞ്ഞെ വാങ്ങിട്ട്. എടാ കണ്ണൻ അമ്മ വാങ്ങിക്കോളൂ, നീ കഴി. അത് വേണ്ടടി, അമ്മയും കഴിക്കല്ലേ. എണീക്കാം. ഏട്ടാ ഞാൻ എന്താ വരുന്നേ, കൈ അടിയിട്ടെ. നീ എവിടെ പോവാ? മര്യാദയ്ക്ക് കയറിയെന്ന് കഴിച്ച മൊത്തം. അവൻ എന്റെ കയ്യിലല്ലേ ഇരിക്കുന്ന, എന്റെ കയ്യിൽ ഇരുന്നോളൂ. ഞാൻ കൊടുത്തോളാം അവന് ആഹാരം. നീ മര്യാദയ്ക്ക് അവിടെ നിന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. എന്നെ കൊണ്ട് ആൾക്കാർ മുമ്പ് ചെല്ലുന്ന ഒന്നും വാങ്ങാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് അവിടെ നിന്ന് കഴിക്കാൻ നോക്ക്. ഏട്ടാ എന്നാലും ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞല്ലേ, നീ ഇവിടെ ഇരുന്ന് കഴിച്ചാണ്. കയറി പോരി. ഉള്ളവരെന്നാലും കൊണ്ട് വന്നേക്കുന്നു.
ഓ അല്ലെങ്കിൽ അവളല്ലേ എന്ന് വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കുന്നു മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. ആ മോനെ കണ്ണാണെങ്കില് ഞാൻ കൊണ്ടുപോവാന് കഴിച്ച് എണീറ്റേ. അമ്മാവനൊന്നും കൊടുക്കില്ല, അവനെല്ലാം കൊടുക്കാം. അതൊക്കെ ഞാൻ കൊടുത്തോളാടെ ചേർക്കാം. ഇങ്ങോട്ടെടുന്ന് നീ സമാധാനായിട്ട് അവിടെ ഇരുന്ന് കഴി. അതുമോളെ രാധമോളെ രണ്ടുപേരും നന്നായിട്ട് കഴിച്ചിട്ട് എണീക്കണേ. പയ്യെ എണീറ്റാ മതി, ഞാൻ നോക്കിക്കോളാം അവനെ. അല്ലെങ്കിൽ അച്ഛനുണ്ട്, അച്ഛനും എണീറ്റ്. രാധു നീ എന്തോന്നാണ് കാണിക്കുന്നത്? കിളികളി ഇരിക്കുന്ന അങ്ങോട്ട് വാറുന്നാണ് നേരെ അങ്ങോട്ട് നിന്ന്. ഓ എന്റെ വീട്ടിൽ ഞാൻ കഴിച്ച കണ്ട ആൾക്കാർ മൊത്തം നോക്കുന്നു. വീട്ടിന്റെ പെണ്ണിനെല്ലാം വാരി കൊടുത്താണ്. നമുക്ക് കഴിക്കാനേ എന്റെ കൈയുണ്ട്, അവള് കഴിച്ചോളും, അവള് കഴിക്കുകയെന്ന്. നീയാണിപ്പോ കിളികളി ഇരിക്കുന്നത്. ഓ പിന്നെ ഇവക്കാണല്ലോ പിന്നെ കൈയില്ലാത്തത്. അവന്റെ ഓറെ കാണിക്കല് പേരാർക്കാ. ഞാൻ കുട്ടടക്കെ വാടച്ചിരുന്നെങ്കിലേക്ക് ഇരിക്കണം ബിരിയാണി ഒക്കെ കൊണ്ടു കണ്ണൊക്കെ കുത്തി ഇറക്കും. എന്റെ സ്വഭാവം അറിയില്ലായിരുന്നു. ഇന്ന് പാടാർക്കാ. ആ എന്നാ പിന്നെ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങാം. ഇനി നിക്കുന്നില്ല മോളെ, പിന്നെ ഇറങ്ങാ. ശരി, എന്താവശ്യമുണ്ടെങ്കിലും ആന്റിനെ വിളിക്കാട്ടാ. ശരി എന്നാ പോവാ. ആക്കളെ പോ, കണ്ണ് ഉറങ്ങി. ശരി എന്നാ പോവാ. ശരിടാ, പിന്നെ കാണാം. ശരി എന്നാ പോയിട്ട് ഇറങ്ങുക. ബൈ. ഹലോ, ആരാണ്?